ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഗിരിയുടെ സഹോദരിമാർക്ക് വിവാഹാലോചനകൾ വരുന്നത് കൊണ്ട് അത് എങ്ങനെയും ഒഴിവാക്കണമെന്നും വിവാഹം ഒരു കാരണവശാലും നടക്കാൻ പാടില്ല എന്നുമുള്ള പത്മനാഭന്റെ ആവശ്യം അത് കൃത്യമായി മണിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. മണി അതെല്ലാം താൻ നോക്കിക്കൊള്ളാമെന്ന് ഉറപ്പ് നൽകുമ്പോൾ അത് കേട്ട നകുലൻ പത്മനാഭൻ പോയതിനു ശേഷം മണിയോടായിട്ട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് കൃത്യമായിട്ട് ഓർമ്മയുണ്ടല്ലോ, ഒരു കാരണവശാലും ആ മൂത്ത പെണ്ണുണ്ടല്ലോ രത്ന, അവൾക്ക് വരുന്ന വിവാഹം അതൊരു കാരണവശാലും നടക്കാൻ പാടില്ല, ഒരാലോചനയും അവൾക്കായി വരാനും പാടില്ല. അത് കേട്ടതോടെ മണി അതെന്താ അതുമാത്രം പ്രത്യേകിച്ച് എന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് നകുലൻ പറഞ്ഞത്, അവൾ എൻ്റെ പെണ്ണാണ്, അതുകൊണ്ട് തന്നെ അവളെ മറ്റാരും വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ, അതല്ല അതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ നകുലൻ കുഞ്ഞെ. അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഗിരി ഇവിടുത്തെ പെൺകുട്ടിയെ അടിച്ചുകൊണ്ട് പോയത് കൊണ്ടാണ്. എന്നാൽ അവിടെ നിന്ന് ഗിരിയുടെ പെങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവുന്നില്ല. അങ്ങനെ എങ്ങനെയാ പ്രതികാരം വീട്ടുന്നത് എന്ന് ചോദിച്ചപ്പം അച്ഛൻ ആവശ്യപ്പെട്ടത് കേട്ടില്ലേ, ഈ നാട്ടിലെ ഇനി അഥവാ വിവാഹം കഴിഞ്ഞാൽ തന്നെ ഈ നാട്ടിലെ ഏറ്റവും മോശക്കാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് വേണം വിവാഹം നടക്കുന്നത്. ഈ നാട്ടിൽ എന്നേക്കാളും മോശമായിട്ടുള്ള ചെറുപ്പക്കാരൻ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് നകുലൻ പറയുന്നത് കേട്ട് മണി അപ്പോ അങ്ങനെയാണല്ലേ എന്ന് സംശയത്തോടെ നകുലിനെ നോക്കുന്നു. അതിനുശേഷം സൂപ്രണ്ട് മേഡം വിളിപ്പിച്ചത് എന്തിനാണെന്നുള്ള കാര്യം അരികിലെത്തിയ ഗംഗയോട് അശ്വതി എന്ന സഹതടവുകാരി അന്വേഷിച്ചു. അപ്പോഴാണ് തന്നെ റിലീസ് ചെയ്യുന്ന വിവരം അവിടെ അടുത്തു വന്ന തൻ്റെ സുഹൃത്തായി മാറിയ അശ്വതിയോട് ഗംഗ പറയുന്നത്. എല്ലാം കേട്ടതോടെ ഗംഗ സങ്കടപ്പെട്ടുകൊണ്ട് തനിക്ക് ഇവിടെ നിന്ന് റിലീസ് ആവുകയാണെന്നും ഇവിടെ 85ാമത്തെ ജയിൽ വാർഷികത്തോടനുബന്ധിച്ച് ഇവിടെ തടവിലായിരുന്ന 5 ആളുകളെയാണ് ഇവിടുന്ന് റിലീസ് ചെയ്യുന്നതും അതിലൊരാൾ താനാണെന്നുള്ള കാര്യം അറിയിക്കുമ്പോൾ അത് കേട്ടതോടെ അശ്വതി പറഞ്ഞു, കൊള്ളാലോ, അത് നല്ല കാര്യമല്ലേ, ഗംഗേശി എന്തുകൊണ്ടും പുറത്തു പോകാൻ ഗംഗേശി അതിന് തീർച്ചയായിട്ടും അർഹതയുള്ള ആളാണ് എന്ന് പറയുമ്പോൾ ഗംഗ പൊട്ടിക്കരയുന്നു. ഇത് കേട്ടതോടെ അശ്വതി ചോദിച്ചു, എന്തിനാണ് ചേച്ചി പുറത്തു പോകുന്ന കാര്യം പറയുമ്പോൾ ചേച്ചി ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഇവിടേക്ക് വന്നപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇവിടെ ഇത്രയേറെ പ്രശ്നങ്ങൾക്കിടയിൽ ഇങ്ങനെയൊരു ശിക്ഷ അനുഭവിച്ച് ഇവിടെ ജീവിക്കുന്നതിന്റെ പിന്നിലെ കാരണം മക്കളെ കാണാന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമാണ്. അങ്ങനെയുള്ളപ്പോൾ ആ പ്രതീക്ഷ സഫലമാകാൻ പോവല്ലേ, പിന്നെ എന്തിനാ ഗംഗേച്ചി ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഗംഗ പറഞ്ഞു, എനിക്ക് എൻ്റെ മക്കളെ കാണണം എന്നുള്ള എൻ്റെ ആ സ്വപ്നം അത് സഫലമാകാൻ പോകുന്നതിന് സന്തോഷമുണ്ട്. എന്നാൽ ഒരു പക്ഷേ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവരെങ്ങനെയാണ് എന്നെ സ്വീകരിക്കുക? എൻ്റെ മക്കള് സ്വീകരിക്കുമോ അതോ ആ നാട്ടിലുള്ളവരെല്ലാവരും എന്നെ ആട്ടിപ്പായിക്കുമോ? ഒരു പക്ഷേ കരുനീലിക്കാവിലെ അന്നത്തെ സംഭവം എല്ലാവരുടെയും മനസ്സിൽ കാണില്ലേ, അത് പറഞ്ഞ് അവരെന്നെ അവിടെ നാട്ടിപ്പായിച്ചാലോ? നാട്ടുകാരെങ്ങനെ വേണേലും പ്രതികരിച്ചോട്ടെ, അതിലൊന്നും എനിക്ക് വിഷമമില്ല. പക്ഷെ എൻ്റെ മക്കൾ എന്നെ തള്ളി പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാനാവില്ല എന്ന് പറഞ്ഞ് ഗംഗ സങ്കടപ്പെടുമ്പോൾ ഗംഗയെ ചേർത്ത് നിർത്തി അശ്വതി പറഞ്ഞു, ഇല്ല ചേച്ചി, അങ്ങനെയൊന്നും ഒരിക്കലും വരില്ല, ചേച്ചിയെ ഒരിക്കലും മക്കൾ തള്ളി പറയില്ല എന്ന് പറഞ്ഞ് അശ്വതി ഗംഗയെ സമാധാനിപ്പിക്കുന്നു. ചേച്ചി സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകാൻ റെഡിയാവുക എന്ന് പറഞ്ഞു. അങ്ങനെ ഗംഗ തൻ്റെ മക്കൾ തന്നെ സ്വീകരിക്കുമല്ലേ എന്ന പ്രതീക്ഷയിൽ ഗംഗ പോകാനായി ഒരുങ്ങുന്നു. ഈ സമയത്താണ് തൻ്റെ കടയിലേക്ക് എത്തിയ ഗിരി ആകെ വിഷമിച്ചങ്ങനെ നിൽക്കുകയും വല്ലാത്ത ചിന്തയിലായിരുന്നു. ഇനി ഒരു പക്ഷേ പാറു തന്നെ അവിശ്വസിക്കുന്നത് പോലെ ഇനി താൻ സിദ്ധാർത്ഥ ഡോക്ടറെ കുറിച്ച് കാര്യങ്ങളൊന്നും അന്വേഷിച്ചിരുന്നില്ല എന്ന ധാരണയിലാണോ പാറുവിന്റെ മനസ്സ്? പാറു ഇനി സ്വയം എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനായിട്ടുള്ള ശ്രമം നടത്തുമോ? അങ്ങനെ പാറു സ്വയം തുനിഞ്ഞിറങ്ങുന്നതിന് മുമ്പ് തന്നെ പാറുവിൻ്റെ അവിടെ സിദ്ധാർത്ഥ സാറിനെ കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളൊക്കെ, ഡോക്ടറെ കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് കണ്ടെത്തണം. കാർത്തിക ഡോക്ടർ പറഞ്ഞത് ശരിയാണോ എന്ന് മനസ്സിലാക്കണം. അതിന് സിദ്ധാർത്ഥ ഡോക്ടറുടെ വീട്ടുകാരെവിടെയാണെന്ന് ആദ്യം കണ്ടെത്തണം. എത്രയും വേഗം ഡോക്ടറെ കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ ഇനി പാറുവിൻ്റെ അരികിൽ ചെന്ന് അക്കാര്യങ്ങൾ പറയാൻ കഴിയൂ എന്ന് ഗിരി തീരുമാനിച്ചു. അങ്ങനെ അതെല്ലാം ആലോചിച്ചിരിക്കുമ്പോൾ സോമു അരികിലേക്ക് എത്തി അവിടെ ഇനി എടുക്കേണ്ട സ്റ്റോക്കിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതൊന്നും ഗിരി ശ്രദ്ധിച്ചിരുന്നില്ല. ഉടനെ സോമു അരികിലെത്തി, ഗിരിയേട്ടൻ ഞാൻ പറഞ്ഞ കേട്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും, നീ എന്താണ്? ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് ഗിരി പറയുന്നു. അത് കേട്ടതോടെ സോമു പറഞ്ഞു, ഗിരിയേട്ടൻ്റെ മനസ്സിപ്പോൾ എവിടെയെങ്കിലും അല്ല അല്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഗിരിയേട്ടൻ്റെ മനസ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഗിരിയേട്ട ഒരു കാര്യം ഉറപ്പാ, നമ്മള് കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഗിരിയേട്ടന് ഇപ്പോൾ ഒരു ഭർത്താവാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഗിരിയേട്ടനുണ്ടാവും.
ഇപ്പോഴത്തെ ഗിരിയേട്ടന്റെ പെരുമാറ്റം കണ്ടിട്ട് പാറുവുമായിട്ട് ഗിരിയേട്ടൻ എന്തോ വഴക്കുണ്ടാക്കി എന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഗിരിയേട്ടാ, അതങ്ങനെയാണ്. ഈ കുടുംബജീവിതത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ സീരിയസ് ആയിട്ട് കാണരുത്. ചെറിയ ചെറിയ പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായാലേ അതൊരു കുടുംബജീവിതം ആവുള്ളൂ ഗിരിയേട്ടാ എന്നൊക്കെ സോമു ഉപദേശിക്കുമ്പോൾ ഗിരി വളരെ ഗൗരവത്തോടെ സോമുവിനെ നോക്കി. രൂക്ഷമായിട്ടുള്ള ഗിരിയുടെ നോട്ടം കണ്ട് സോമു പറഞ്ഞു, അയ്യ അല്ല, ഒരു മുതലാളിയോട് ഒരു തൊഴിലാളി ഇങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ ഞാനിപ്പോ ഗിരിയേട്ടനെ കാണുന്നത് എന്റെ സ്വന്തം കൂടപ്പിറപ്പായിട്ടാണ്. അതുകൊണ്ടാണ് ഗിരിയേട്ടനോട് ഞാൻ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത്. ഗിരിയേട്ടൻ ഞാൻ പറയുന്നതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഗിരിയേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നെല്ലാം ഗിരിയോട് സോമു അറിയിച്ചു. എല്ലാം കേട്ടതോടെ ഗിരിയാകെ ദേഷ്യത്തിൽ മുഖം തിരിച്ച് അവിടെ നിന്ന് പോന്നു. അതിനുശേഷം ഗിരി അവിടെ ആ രീതിയിലെല്ലാം പെരുമാറുമ്പോൾ പാറുവിന്റെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു. പാറു വിവരങ്ങളൊന്നും ആരോടും പറയാതെ ആകെ വിഷമിച്ച് മുറിയിൽ തന്നെ അടച്ചുകൂടിയിരിക്കുമ്പോൾ ഗിരിയുടെ അനുജത്തിമാരെ വീട്ടിൽ മടങ്ങിയതിനു ശേഷം പാറുവിനെ ഓരോ കാര്യങ്ങൾക്കായി ചെന്ന് വിളിച്ചു. ഭക്ഷണം കഴിക്കാനോ മറ്റ് അവരോടൊപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും തന്നെ കൂടാൻ നിൽക്കാതെ തനിച്ചിരിക്കുന്ന പാറുവിന്റെ ആ പ്രവൃത്തി കണ്ട് എല്ലാവർക്കും ആകെ സംശയമായി. എന്തായിരിക്കും പാറുവിന് പറ്റിയത് എന്നതായിരുന്നു എല്ലാവരുടെയും സംശയം. വൈകിട്ട് ടി വി കാണാനിരുന്നപ്പോൾ പോലും അവിടേക്ക് പാറു വരുന്നില്ല. എല്ലാവരും പാറുവിന്റെ ഈ ഒരു പെരുമാറ്റത്തെക്കുറിച്ച് ആകെ സംശയത്തോടെ ചിന്തിച്ചു. ഉടനെ അടുത്തിരുന്ന രത്ന പറഞ്ഞു, പാറുവിന് എന്തായിരിക്കും പറ്റിയത്? ഇന്നെല്ലാം ആകെ ഒരു മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അടുത്തിരുന്ന രശ്മി പറഞ്ഞു, അതെന്താ പറ്റിയെന്ന് എനിക്കറിയാം. എല്ലാവരും വളരെ ആകാംക്ഷയോടെ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴേക്കും അതെന്താ കാര്യം, ഏട്ടനിങ്ങി വരട്ടെ, ഏട്ടൻ വന്നിട്ട് ഞാൻ പറയാം എന്നതായിരുന്നു രശ്മിയുടെ മറുപടി. എല്ലാവരും ആകെ അതിശയത്തോടെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ടി വിയിലെ സി കേരളം ചാനലിലെ സരിഗമപ്പായുടെ ആ ഒരു എപ്പിസോഡ് വരുന്നു. അതിന്റെ പരസ്യം അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഗിരി അവിടേക്ക് എത്തിയത്. ഗിരി വന്നത് കണ്ട് എല്ലാവരും വേഗം ടി വി ഓഫ് ചെയ്ത് ഓരോരുത്തർ അവരവരുടെ ജോലികൾ ചെയ്യുന്നത് പോലെ കാണിച്ചു. രത്നയും കുഞ്ഞിയും ഇരുന്ന് പഠിക്കുകയാണ്. രത്നയോട് ചോദ്യങ്ങൾ ചോദിച്ച് രത്ന കുഞ്ഞിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോഴേക്കും അപ്പുറത്ത് മാറുന്ന രശ്മി അരിയിലെ കറുത്ത അരികളൊക്കെ പെറുക്കുന്നു. അകമെല്ലാം തൂത്ത് വൃത്തിയാക്കാനായി റാണി തയ്യാറാകുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗിരി അകത്തേക്ക് കയറി വന്നു. അല്ല, ഇതെന്ത് പറ്റി? ഇന്ന് എല്ലാവരും വലിയ പഠനമൊക്കെയാണല്ലോ, എന്താ കാര്യം എന്ന് ഗിരി ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ ഏട്ടാ, ഇന്ന് ഒത്തിരി പഠിക്കാനുണ്ട് എന്നായിരുന്നു കുഞ്ഞിയുടെ മറുപടി. രത്ന അതേ എന്ന് പറഞ്ഞ തല കുലുക്കി ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റാണി പറഞ്ഞു, ഈ പെരക്കകം അടിച്ച് തീർത്തില്ലായിരുന്നു ഏട്ടാ വൈകുന്നേരം, അതുകൊണ്ടാണ് ഞാനിതിപ്പോ തൂക്കുന്നതെന്ന് റാണി പറഞ്ഞു. ശരിയെന്ന് ഗിരി സമ്മതിച്ചപ്പോഴേക്കും രശ്മിയെ നോക്കിയപ്പോൾ രശ്മി ഈ അരിക്കകത്തെല്ലാം അപ്പിടി എന്തൊക്കെയോ ഉണ്ട്, അതുകൊണ്ട് ഞാനതെല്ലാം പെറുക്കി കളയേട്ടാ, ഇനി കഞ്ഞി വെക്കാൻ നേരത്തേക്ക് ഇത് പെറുക്കി കളയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് രശ്മി അരിക്കകത്തെ ഓരോന്നും പെറുക്കി കളയുന്നതായിട്ട് ഇങ്ങനെ ഭാവിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഗിരി പറഞ്ഞു, ഓ ശരി, അല്ല ഇന്നെന്താ ടി വി വെക്കാതിരുന്നത്? ഇന്ന് ടി വി ഒന്നും കാണുന്നില്ലേ ആരും എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ ടി വി വെച്ചില്ല ഏട്ടാ. അല്ല പാറു എന്തിയെ എന്ന് അന്വേഷിച്ചപ്പോഴേക്കും അതെ ഏട്ടത്തിയമ്മയ്ക്ക് ടി വി കാണാൻ താല്പര്യമില്ല, ഏട്ടത്തിയമ്മയും വന്നില്ല, ഞങ്ങൾ വിളിച്ചതാ എന്ന് പറഞ്ഞു. അത് സാരയില്ല മക്കളെ, ഇന്ന് 8 മണിക്ക് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ സി കേരളം ചാനലില് സരിഗമപ്പ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അത് നല്ലതാ, അതൊക്കെ ഇരുന്ന് കണ്ടോ, അത് കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് ഗിരി പറയുമ്പോഴേക്കും പെട്ടെന്ന് കുഞ്ഞു പറഞ്ഞു, ഏട്ടാ അത് 8:30-ക്കല്ല 8 മണിക്കാ, അതാ ഇപ്പൊ ടി വി കണ്ടതല്ലേ ഉള്ളൂ എന്നതായിരുന്നു കുഞ്ഞിയുടെ മറുപടി. എല്ലാവരും ഇത്രയും നേരം അഭിനയിച്ച് തകർത്തതെല്ലാം ആകെ തകർന്നുടഞ്ഞ അവസ്ഥയിലായി. ഉടനെ ഗിരി എല്ലാവരും നോക്കിയൊന്ന് പുഞ്ചിരിക്കുമ്പോഴേക്കും ആകെ ചമ്മി നിൽക്കുകയാണ്. കുഞ്ഞി പെട്ടെന്നറിയാതെ അബദ്ധത്തിൽ അങ്ങനെ വിളിച്ചു പറഞ്ഞത് കേട്ട് ഉടനെ ഗിരി പറഞ്ഞു, അതെ എൻ്റെ മക്കളുടെ അഭിനയമൊക്കെ കൊള്ളാം, നല്ല അഭിനയമായിരുന്നു കേട്ടോ, ഏട്ടൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. പിന്നെ ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ സരിഗമപ്പായുടെ പരസ്യം കേട്ടിട്ടാണ് ഞാൻ കയറി വന്നത്. പെട്ടെന്ന് അതെല്ലാം ഓഫ് ചെയ്ത് എൻ്റെ മക്കൾ ഇത്ര നല്ല നല്ല മിടുക്കരായിരിക്കുന്ന കണ്ടപ്പം അതുകൊണ്ട് ഏട്ടനും കൂടെ നിന്നേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ അഭിനയിച്ച് തോപ്പിക്കാനേ ഏട്ടൻ്റെ കൂടെ മക്കൾ നിൽക്കണ്ട. നിങ്ങൾ ഏട്ടനോട് മത്സരിക്കാൻ നിന്നാലേ നിങ്ങൾ തോറ്റു പോവുകയുള്ളൂ. ഏട്ടനെ നിങ്ങൾ ഇപ്പോഴല്ലേ അഭിനയിച്ചു തുടങ്ങിയത്, ഏട്ടൻ അഭിനയിച്ചു തുടങ്ങിയിട്ട് കുറെ നാളുകളായി എന്ന് ഗിരി പറയുന്നു. ഉടനെ പാറു എവിടെ എന്ന് ഗിരി വേഗം തന്നെ അന്വേഷിച്ചപ്പോഴേക്കും പാറു ഇന്ന് പുറത്തേക്കൊന്നും വന്നില്ല, ഭക്ഷണവും കഴിച്ചില്ല, ആരോടൊന്നും മിണ്ടാരും കൂട്ടാക്കുന്നില്ല എന്ന് രത്ന പറഞ്ഞപ്പോൾ അത് കേട്ടതോടെ ഗിരി ചോദിച്ചു, അതെന്തു പറ്റി, എന്താ കാര്യം എന്ന് അന്വേഷിച്ചു. ഉടനെ രത്ന പറഞ്ഞു, അറിയില്ലേട്ടാ എന്ന് പറയുമ്പോൾ രശ്മി പറഞ്ഞു, അതെ എനിക്കറിയാം കാര്യം എന്താണെന്ന്. പെട്ടെന്ന് ഗിരി ആകെ ഞെട്ടി. ഏട്ടാ സത്യം പറയട്ടെ, ഞാൻ എന്താ കാര്യമെന്ന്, നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ പറയട്ടെ എന്ന് രശ്മി ചോദിച്ചപ്പോഴേക്കും ഗിരി വല്ലാത്ത ഒരവസ്ഥയിലായി. അതെ കുറെ ദിവസമായി ഞാൻ അത് ശ്രദ്ധിക്കുന്നു,
ഇവിടെ എല്ലാവർക്കും അതിലെന്താ എന്താ പറ്റിയെന്ന് അറിയണം. എന്തായാലും ഞാൻ തന്നെ പറയാം കാര്യം എന്താണെന്ന് പറഞ്ഞ് രശ്മി വേഗം തന്നെ ഗിരിയുടെ അരികിലേക്ക് ചെന്നു. ഗിരി ആകെ ഭയന്ന് വിറച്ചിരിക്കുമ്പോഴേക്കും രശ്മി എന്ന് പറഞ്ഞു, അതെ ഏട്ടാ, വേറൊന്നുമല്ല, ഏട്ടത്തി അമ്മയ്ക്ക് പുറത്തു പോകണം. സാധാരണ വിവാഹം കഴിഞ്ഞാലേ കുറെ ആദ്യത്തെ കുറച്ച് നാളുകളൊക്കെ ഇടയ്ക്കൊക്കെ ഭാര്യയ്ക്ക് വേണ്ടി ചില ദിവസങ്ങളൊക്കെ കണ്ടെത്തണം. ഇന്ന് ഏട്ടൻ ഇവിടെ ഏട്ടത്തിയമ്മയെ കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു ദിവസം ഏട്ടത്തിയമ്മയ്ക്ക് വേണ്ടി ഏട്ടൻ മാറ്റി വെച്ചിട്ടുണ്ടോ? എല്ലാ ദിവസവും ഏട്ടൻ ഇങ്ങനെ കടയിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ഇത് തന്നെയല്ലേ ഇവിടെ സംഭവിക്കാറുള്ളത്. അല്ലാതെ ഏട്ടത്തിയമ്മയ്ക്ക് വേണ്ടി ഇന്നേ വരെ ഒരു ദിവസം പോലെ ഏട്ടൻ മാറ്റി വെച്ചിട്ടില്ലല്ലോ. അതാ സംഭവിച്ചത്. ഏട്ടത്തിയമ്മയും കൂട്ടി എവിടെയെങ്കിലും പുറത്തു പോയേട്ടാ, നിങ്ങള് ഹണിമൂണ് പോവോ ട്രിപ്പ് പോവോ ഒക്കെ ചെയ്യേ എന്ന് പറഞ്ഞതും ഗിരി ഒന്നും മിണ്ടാതെ തൽക്കാലം ഗിരി ആശങ്കപ്പെട്ടതുപോലെ എല്ലാ സത്യവും തനിക്കറിയാവുന്ന രശ്മി വിളിച്ചു പറഞ്ഞപ്പോ ആകെ ഗിരി വല്ലാതെ ഭയന്നു പോയിരുന്നു. എന്നാൽ തന്റെയും പാറുവിന്റെയും അഭിനയമാണെന്നുള്ള കാര്യം അത് രശ്മി കണ്ടെത്തിയെന്നായിരുന്നു ആകെ ഞെട്ടലോടെ ഗിരി ചിന്തിച്ചത്. എന്നാൽ അതല്ല എന്ന് അറിഞ്ഞപ്പോ ഗിരിക്ക് ആശ്വാസമായി. ഗിരി പതിയെ താൻ ഈ വേഷം മാറിയിട്ട് വരാം, പാറുവിന് എന്താ പറ്റിയെന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഗിരി വേഗം തന്നെ മുറിയിലേക്ക് കയറി ചെല്ലുന്നു. അപ്പോഴും പാറു ആകെ ഗൗരവത്തോടെ ആ ബെഡിലിരിക്കുന്നത് കണ്ട് ഗിരി അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, പാറു, പാറു ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ, എന്നോടൊന്ന് സംസാരിക്കേ, എനിക്ക് പറ്റുന്നില്ല. പാറു ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് സഹിക്കാൻ പറ്റുന്നില്ല. പാറുവിന്റെ വിചാരം ഞാൻ സിദ്ധാർത്ഥ ഡോക്ടറെ കുറിച്ച് അന്വേഷിച്ചില്ല എന്നല്ലേ? എന്നാൽ ഞാൻ അന്വേഷിച്ചിരുന്നു, വിവരങ്ങളൊക്കെ അറിഞ്ഞു. അതുകൊണ്ടാ അതുകൊണ്ട് ഞാൻ പാറുവിനോടൊന്നും പറയാതിരുന്നതെന്ന് പറഞ്ഞപ്പോ അതൊക്കെ സത്യമാണെന്ന് അറിയാൻ വേണ്ടി ആയിരുന്നു ഇത്രയും നാൾ കാത്തിരുന്നെന്ന് പറഞ്ഞപ്പോ പാറു വേഗം ചാടി ഇരുന്നിട്ടു. സിദ്ധുവിനെ കണ്ടോ? സിദ്ധുവിനെ കുറിച്ച് വിവരം അറിഞ്ഞോ? എന്താ എന്താ സിദ്ധുവിന് പറ്റിയത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഗിരി പറഞ്ഞു, സിദ്ധാർത്ഥ് ഡോക്ടറെ കണ്ടില്ല, പക്ഷേ ചില കാര്യങ്ങൾ അറിഞ്ഞു എന്ന് പറഞ്ഞ് കാർത്തിക ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പാറുവിനോട് ഗിരി ധരിപ്പിക്കുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞതും പാറു പറഞ്ഞു, ഇല്ല, സിദ്ധു എന്നെ ഒരിക്കലും ചതിക്കില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഗിരി പറഞ്ഞു, അല്ല പാറു, പാറു സ്നേഹിച്ചത് ഒരു ചതിയനെയായിരുന്നു. സിദ്ധാർത്ഥിന് വേണ്ടിയിരുന്നത് പാറുവിന്റെ പണമായിരുന്നു. പണം കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ വളരെ വിദഗ്ധമായി തന്നെയാണ് സിദ്ധാർത്ഥ പാറുവിനെ ഒഴിവാക്കിയത് എന്ന് ഗിരി അറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും പാറുവിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇല്ല ഇല്ല ഗിരിയേട്ടൻ, ഞാൻ ഇത് വിശ്വസിക്കില്ല, ഗിരിയേട്ടൻ കള്ളം പറയുന്നതെന്ന് പറഞ്ഞ് പാറു വേഗം തന്നെ ദേഷ്യത്തോടെ വീട് വിട്ടിറങ്ങി ഓടുകയാണ്. പാറു പുറത്തേക്ക് ഇറങ്ങി ഓടിപ്പോകുന്നത് കണ്ട് ഗിരി ആകെ വല്ലാത്ത ടെൻഷനിലായി. ഗിരി പാറു എന്ന് വിളിച്ച് പിന്നാലെ ചെല്ലുമ്പോഴേക്കും പാർവതി ആരോടും മിണ്ടാതെ വീട് വിട്ടിറങ്ങി പോകുന്നത് കണ്ട് ആകെ അനുജത്തിമാരും ആകെ ടെൻഷനോടെ നോക്കിയിരുന്നു. അരികിലേക്ക് എത്തി ഗിരി ചോദിച്ചു, പാറു ഇവിടെ പുറത്തോട്ടിറങ്ങി ഓടിയേട്ടാ എന്ന് പറഞ്ഞതും ഗിരിയും പിന്നാലെ ഓടുന്നു. അങ്ങനെ സഹോദരിമാരും ഗിരിയും പാറുവിന്റെ പിന്നാലെ ഓടുമ്പോൾ പാറു വീട് വിട്ട് ഇറങ്ങി ഓടുന്ന തിടുക്കത്തിൽ അതുവഴി വരുന്ന ഒരു കാറിന് മുന്നിൽ ചെന്ന് പെടുകയും കാറിടിച്ച് ബോധം കെട്ട് പാറു നിലത്തേക്ക് വീഴുന്നു. ഈ കാഴ്ച കണ്ട് ഗിരി അവിടെ നിന്ന് ഉറക്കെ പാറു എന്ന് ഉറക്കെ വിളിക്കുമ്പോഴേക്കും പെട്ടെന്ന് മുറിയിൽ വന്നിരിക്കുന്ന ഗിരി പാറുവിനോട് താൻ സത്യങ്ങൾ പറഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ആ ഒരു നിമിഷത്തിന്റെ ആഘാതത്തെക്കുറിച്ച് ചിന്തിച്ചതായിരുന്നു ഇത്രയും നേരം. പെട്ടെന്ന് അതൊരു സ്വപ്നമായിരുന്നു എന്നുള്ള കാര്യം തിരിച്ചറിയാതെ ഗിരി വേഗം പാറു എന്ന് ഉറക്കെ വിളിച്ചപ്പോഴേക്കും പാറു ദേഷ്യപ്പെട്ടു. എന്താ, ഞാൻ ഇവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ എന്ന് പാറു ദേഷ്യത്തോടെ പറയുമ്പോഴാണ് താൻ കണ്ടത് സ്വപ്നമായിരുന്നുള്ള കാര്യം ഗിരിക്ക് ഓർമ്മ വന്നത്. ഗിരി പറഞ്ഞു, അയ്യോ പാറു, എന്നോട് ഇങ്ങനെ പിണങ്ങിയിരിക്കരുത്. പാറു എന്നോട് എന്തെങ്കിലും ഒന്ന് പറ, എന്നോടിങ്ങനെ പിണങ്ങല്ലേ, പാറു പിണക്കം മാറിയെന്ന് പറ, എന്നോട് ക്ഷമിച്ചെന്ന് പറ എന്ന് പറഞ്ഞ് ഗിരി പാറുവിനോട് സംസാരിക്കുമ്പോൾ പാറു ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോഴേക്കും ഗിരി ആ ടെൻഷനിൽ പാറുവിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പാറുവിന്റെ കാല് ഗിരിയുടെ കാലിൽ ചെന്ന് തട്ടുകയും പാറുവും ഗിരിയും കൂടെ ഒരുമിച്ച് നിലത്തേക്ക് വീഴുന്നു. രണ്ടുപേരും നിലത്ത് വീണതും അവിടുത്തെ ടേബിളിന് മുകളിലുണ്ടായിരുന്ന വെള്ളം എല്ലാം തന്നെ താഴേക്ക് വീഴുന്നു. ഗ്ലാസ് താഴെ വീണ് അതിന്റെ ശബ്ദം എല്ലാം കേൾക്കുകയും പാറുവും ഗിരിയും ഒരുമിച്ച് നിലത്ത് വീണ് കിടക്കുന്ന കാഴ്ച നിലത്തോട്ട് വീഴുമ്പോൾ ബഹളം കേട്ട് അവിടേക്ക് കുഞ്ഞു വന്ന് നോക്കി. അപ്പോഴേക്കും ഏട്ടനും ഏട്ടത്തെ അമ്മങ്ങളുടെ നിലത്ത് കിടക്കുന്നതാണ് കണ്ടത്. ഇത് കണ്ടതോടെ കുഞ്ഞിയും ബാക്കി സഹോദരിമാരും എല്ലാം വന്ന് നോക്കുന്നു. എല്ലാവരും വന്ന് നോക്കുമ്പോൾ രണ്ടുപേരും നിലത്ത് കിടക്കുന്ന കണ്ട് ഉടനെ അവർക്കാകെ നാണമായി. വേഗം തന്നെ കുഞ്ഞിയുടെ കണ്ണുപൊത്തി അനുജത്തിമാരെ പെട്ടെന്ന് വാതിൽക്കൽ നിന്ന് മാറുന്നു. ഏട്ടനെ ഇങ്ങനെയൊക്കെ ഇവിടെ ബഹളമൊക്കെ ഉണ്ടാക്കാതെ ഏട്ടാ, ഏട്ടനും ഏട്ടത്തിയമ്മയും പ്രണയിക്കുകയൊക്കെ ആണേലേ ഈ വാതിലൊന്ന് അടച്ചിട്ടിട്ടാട്ടെ, ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാ, കൊച്ചു പിള്ളേരൊക്കെ ഉള്ളതാണേ എന്ന് പറഞ്ഞ് വേഗം കുഞ്ഞിയെ പിടിച്ചു വലിച്ചുകൊണ്ട് രശ്മി അവിടെ നിന്ന് പോകുന്നു. ഗിരിയും പാറുവും ആകെ നാണം കെട്ട് ഇനി അവരുടെ മുന്നിൽ എങ്ങനെ നോക്കുന്ന അവസ്ഥയിൽ രണ്ടുപേരും ആകെ ചമ്മി അങ്ങനെ കൊളവായിരിക്കുമ്പോഴേക്കും ഗിരി വേഗം പാറുവിനോട് പറഞ്ഞു, അതെ ഞാനേ ഒന്ന് കുളിച്ചിട്ട് വരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗിരി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും പാറു പറഞ്ഞു, ശോ, ആകെ നാണക്കേടായി, അവര് ആകെ തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞ് ഗിരിയുടെ പാറുവിന്റെ അവസ്ഥയെ കണ്ട് അവര് ആകെ ചമ്മി അനുജത്തിമാര് എന്തോ തെറ്റിദ്ധരിച്ചെന്ന അവസ്ഥയിൽ ഗിരിക്കും പാറുവിനും ആകെ നാണക്കേടും തോന്നി. ഒടുവിൽ ഗിരി കുളിക്കാനായിട്ട് പോകുന്ന സമയത്ത് സഹോദരിമാർ അവർക്ക് കഞ്ഞി വിളമ്പി വെച്ചിട്ട്
അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഏട്ടാ എഴുത്തിയമ്മേ വേഗം വന്നേ ഭക്ഷണം കഴിക്കാൻ എന്ന് പറഞ്ഞ് ഭക്ഷണം ടേബിളിൽ വിളമ്പി കഴിച്ചിട്ടും കുറേ നേരമായിട്ട് ഇരുവരെയും കാണുന്നില്ല. അപ്പോഴേക്കും രശ്മി പറഞ്ഞു, ഹാ ഇതെന്താ ഈ ഏട്ടനും എഴുത്തിയമ്മ വരാത്തത്, ഭക്ഷണം വിളമ്പിച്ചിട്ട് എത്ര നേരം, എനിക്കാണ് വിശന്നിട്ട് വയ്യ എന്ന് പറഞ്ഞ് ആ, രശ്മി ബഹളം വെക്കുന്നു. അപ്പോഴേക്കും രത്ന പറഞ്ഞു, അതെ കുഞ്ഞി ഇനി ഒന്നുകൂടെ ചെന്ന് വിളിച്ചേ എന്ന് പറഞ്ഞപ്പോൾ ഏട്ടാ വാ ഏട്ടാ എന്ന് പറഞ്ഞതും ഗിരി ഇതാ വരുന്നു എന്ന് പറഞ്ഞ് പാറുവിനെ വിളിച്ചുകൊണ്ട് പതിയെ അവിടേക്ക് എത്തി. പാറു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ബഹളം വെച്ച് വാശി പിടിച്ചിരിക്കുമ്പോഴേക്കും ഗിരി പാറുവുമായിട്ട് ബലമായി പാറുവിനെ ഗിരി അടുത്ത് കൊണ്ടുവന്ന് പിടിച്ചിരുത്തുന്നു. അതെ ഇവിടെ ആരും പട്ടിണി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പാറുവിനും കൂടി ഭക്ഷണം വിളമ്പുന്നു. എല്ലാവരും ഭക്ഷണം വിളമ്പിയിട്ടും കഴിക്കാൻ തുടങ്ങിയിട്ടും പാറു കഴിക്കുന്നില്ല. ഇത് കണ്ടതോടെ ഗിരി പറഞ്ഞു, അതെ ഭക്ഷണം കഴിച്ചേ, ഇതെന്താ ഇങ്ങനെ മാറിയിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും പാറു പറഞ്ഞു, എനിക്ക് വിശപ്പില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോഴാണ് ഗിരി പറഞ്ഞത്, അതെ ഭക്ഷണം കഴിക്കാതെ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഉടനെ രശ്മി പറഞ്ഞു, എനിക്കറിയാം എഴുതിയമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല ഏട്ടാ, ഞാൻ പറഞ്ഞില്ലേ ട്രിപ്പ് അതാ നല്ലത് എന്ന് പറഞ്ഞപ്പോഴേക്കും അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം ഭക്ഷണം കഴിച്ചേ, പാറുവിന് വിശപ്പില്ലെന്ന് പറഞ്ഞിട്ട് പറ്റത്തില്ല, എന്നാലേ ഞാൻ വാരിത്തരാം എന്ന് പറഞ്ഞ് ഗിരി നിർബന്ധപൂർവ്വം ഉരുളി ഉരുട്ടി പാറുവിന്റെ വായിൽ വെച്ച് കൊടുക്കുന്നു. അയ്യോ വേണ്ട എന്ന് പറഞ്ഞ് പാറു വേണ്ടെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോഴേക്കും ഗിരി നിർബന്ധമായിട്ട് പാറുവിന്റെ വായിലേക്ക് ഉരുള ഉരുട്ടി വെക്കണം. പാറു അത് കഴിച്ചു കഴിയുമ്പോഴേക്കും രശ്മി പറഞ്ഞു, ഇതൊക്കെ ചെറിയ സൗന്ദര്യ പണക്കല്ലേ ഉള്ളൂ എടുത്തിയമ്മേ, ഇതൊക്കെ അങ്ങ് വെറുതെ അങ്ങ് കളഞ്ഞേക്ക്. അപ്പോഴാണ് കുഞ്ഞോടൊന്ന് വിളിച്ചു ചോദിച്ചത്, അയ്യോ സൗന്ദര്യ പണക്കോ അതെന്താ എന്ന് ചോദിച്ചപ്പോഴേക്കും പാറുവും ഗിരിയും ഇനി എന്താ അതിനെക്കുറിച്ച് അവർ പറയാൻ പോകുന്നു എന്ന ടെൻഷനിൽ രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുന്നു. അങ്ങനെ അന്നത്തെ രാത്രി പാറുവിന്റെ സങ്കടം ഗിരി ഒരു വിധത്തിൽ ഒഴിവാക്കി. പിറ്റേന്ന് ഓണത്തിന്റെ തിരക്കുകളിലേക്ക് ആ പൂമ്പള്ളി കുടുംബം ഒന്നാകെ മാറി. അപ്പോഴാണ് പുതിയൊരു തന്ത്രവുമായി നകുലൻ പത്മനാഭന്റെ അരികിലേക്ക് എത്തിയത്. പത്മനാഭനോട് നകുലൻ പറഞ്ഞു, അച്ഛാ ഓണമല്ലേ വരുന്നത്, നമുക്ക് അടുത്തൊരു പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചാലോ എന്ന് അന്വേഷിച്ചപ്പോഴേക്കും സൗഭാഗ്യ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, പപ്പേട്ട ഇത് ആദ്യത്തെ ഓണമല്ലേ നമ്മുടെ പാറുവിന്റെ, അതുകൊണ്ട് പാറുവിനെയും ഗിരിയും നമ്മൾ വിളിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോഴേക്കും നകുലൻ പറഞ്ഞു, അച്ഛാ നമുക്ക് ഇതൊരു അവസരമാക്കി മാറ്റാം, നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ പോയി ഓണം ആഘോഷിച്ച് അവിടെ വെച്ച് ഗിരിയെ കൊണ്ട് പേപ്പറിൽ സൈൻ ചെയ്യിച്ചാലോ, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമ്പോഴല്ലേ കുഴപ്പമുള്ളത് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് നല്ലൊരു ഐഡിയ ആണെന്ന് പത്മനാഭൻ സമ്മതിച്ചു. എന്തായാലും തൽക്കാലം നമ്മൾ അങ്ങോട്ട് പോകുന്നത് കുഴപ്പമൊന്നുമില്ല അച്ഛാ, കിട്ടാൻ പോകുന്നൊരു 150 ഏക്കറല്ലേ എന്ന് പറഞ്ഞപ്പോൾ പത്മനാഭൻ അതും ശരി തന്നെയാണ് എന്ന് സമ്മതിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി ഓണം ആഘോഷിക്കാനായി പൂമ്പള്ളിയിലേക്ക് എത്തുന്നു. അങ്ങനെ അമ്മാവനും കുടുംബവും അവിടേക്ക് വന്ന സന്തോഷത്തിലായിരുന്നു ഗിരിയുടെ മനസ്സാകെ. ഗിരിയും പെങ്ങന്മാരും പാറുവും ഒക്കെ ഓണം ആഘോഷിക്കാനായി തന്റെ കുടുംബം കൂടി എത്തിയതിന്റെ സന്തോഷത്തിൽ പടനിലത്തിലുള്ളവരെല്ലാവരും എത്തിച്ചേർന്നതിന്റെ സന്തോഷത്തിൽ അങ്ങനെ ഓണം ആഘോഷം വളരെ ഭംഗിയായി മുന്നോട്ട് നീങ്ങി. അതിനിടയിലാണ് ഗിരിയെ തകർത്തെറിയാനായിട്ടുള്ള നീക്കവുമായിട്ട് നകുലൻ പുറത്തിറങ്ങുന്നത്. എന്നേക്കുമായി ഗിരിയെ ഇല്ലാതാക്കുകയാണെങ്കിൽ അതും ഒരു നല്ല കാര്യമാണല്ലോ എന്ന ചിന്താഗതിയിൽ ഗിരിയെ ഇല്ലാതാക്കാനായിട്ട് പുതിയൊരു തന്ത്രം എന്നോണം ആ പുറത്ത് കെട്ടിയിരുന്ന ഊഞ്ഞാലിന്റെ കയറ് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നു. അതിൽ കയറിയിരിക്കുന്ന നിമിഷം ഗിരിയോ ആരെങ്കിലും താഴെ വീഴും. ഗിരിയോ പെങ്ങന്മാരോ ആരെങ്കിലും താഴെ വീണ് അവർക്ക് എന്തെങ്കിലും വൈയായികം ഉണ്ടാവണം. അതായിരുന്നു നകുലന്റെ ലക്ഷ്യം. അതിലൂടെ ഗിരിയെ മാനസികമായി തളർത്തി ഗിരിയെ കൊണ്ട് സൈൻ ചെയ്യിച്ച് മേടിക്കുക എന്നതായിരുന്നു നകുലന്റെ നീക്കങ്ങൾ. ഒടുവിൽ അപ്രതീക്ഷിതമായിട്ട് നകുലൻ അങ്ങനെ ഒരു ചതിയെ അവിടെ നടപ്പിലാക്കി വെച്ചിരിക്കുന്ന അറിയാതെ പത്മനാഭനും കുട്ടികളോടൊപ്പം അവിടേക്ക് എത്തുന്നു. ഒടുവിൽ അമ്മാവനെ തന്നെ എല്ലാവരും കൂടി ആ ഊഞ്ഞാലിൽ പിടിച്ചിരുത്തി. അങ്ങനെ പത്മനാഭനെ ഊഞ്ഞാലിരുത്തി ആട്ടുന്ന സമയത്ത് പത്മനാഭൻ അതിൽ കയറിയിരുന്നതും എല്ലാവരും വളരെ സന്തോഷത്തോടെ ആവേശത്തോടെ പത്മനാഭനെ ഊഞ്ഞാലിലാട്ടിയതും നേരെ ഊഞ്ഞാലിന്റെ കയറ് പൊട്ടി മുഖമിടിച്ച് നിലത്ത് വീണ് കിടക്കുകയാണ് പത്മനാഭൻ. ആ കാഴ്ച കണ്ട് നകുലൻ തനിക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് ഓർത്തും എന്നാൽ അമ്മാവനുണ്ടായ ഈ അപകടം കണ്ട് മനസ്സ് കയർന്ന് ഗിരി അരികിലേക്ക് ഓടിയെത്തുന്നു.